ഒരു ബ്ലാക്ക് സ്പോട്ടായി ഈ ഹോസ്റ്റൽ മാറുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നേരത്തെ പ്രിൻസിപ്പളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നേരത്തെയും ഇവിടെ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ വിവരങ്ങളൊക്കെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പോലീസ് കൃത്യമായി പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. ഇന്നലെയും അത്തരത്തിലൊരു പരിശോധനയാണ് പോലീസ് നടത്തിയത്. ഇന്ന് കോളേജിൽ ഹോളി ആഘോഷം നടക്കാനിരിക്കുകയാണ്. അതിനു മുൻപുള്ള ഒരു പരിശോധനയായിരുന്നു. പക്ഷേ പോലീസ് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി കോളേജിലും ഹോസ്റ്റലിലുമായി വ്യാപക പണപ്പിരിവ് നടന്നിട്ടുണ്ട്. ആ പണപ്പിരിവിന്റെ ലക്ഷ്യം ഈ കഞ്ചാവ് വാങ്ങുക എന്നുള്ളതായിരുന്നു. ഈ പിടിയിലായ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഈ ആകാശിന്റെ മുറിയിൽ നിന്നാണ് 1 കിലോ കഞ്ചാവ് പിടികൂടിയത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ആകാശിന് ഇതുമായി ഡയറക്റ്റ് ലിങ്ക് ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. 2 പേരെ 9 ഗ്രാം കഞ്ചാവുമായി അവരുടെ മുറിയിൽ 9 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. അവരെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. അവരുടെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. അവർ പറയുന്നത് തങ്ങൾ ഈ കേസിൽ കുടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഇവർ ഈ പോലീസ് റെയ്ഡ് നടക്കുന്ന ഘട്ടത്തിൽ തങ്ങൾ പുറത്തായിരുന്നു. തങ്ങളുടെ മുറിയിലേക്ക് കഞ്ചാവ് ആരെങ്കിലും എത്തിച്ചു നൽകിയതാണോ അല്ലെങ്കിൽ കൊണ്ടുവന്ന് വെച്ചതാണോ എന്ന കാര്യങ്ങളൊക്കെ അവരും പറയുന്നുണ്ട്. പോലീസ് പറയുന്നത് വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചൊരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. മുൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 100 ഗ്രാം കഞ്ചാവായാണ് അയാളെ പിടികൂടിയത്. അവർ തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ വീണ്ടും ഈ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് സപ്ലൈ നടത്തുന്നതെന്നൊരു വിലയിരുത്തൽ പോലീസിനുണ്ട്. ഈ പിടിയിലായ വിദ്യാർത്ഥികൾ നേരിട്ട് കോയമ്പത്തൂരോ ഒറീസയിലോ പോയി കഞ്ചാവ് എടുത്തുകൊണ്ടെന്ന് വിൽപ്പന നടത്തിയെന്ന് പോലീസ് വിശ്വസിക്കുന്നേയില്ല. ഇവർക്ക് ഈ പ്രാദേശിക കഞ്ചാവ് മാഫിയയിൽ നിന്ന് അവർ ഈ ബണ്ടിലുകളായി കൈപ്പറ്റി കോളേജിൽ കൊണ്ടുവന്ന് വെച്ചു എന്ന് മാത്രമല്ല ഇതിൽ ഇവിടെ വിൽപ്പന നടത്താനുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. അവിടെ നിന്ന് ഈ വെയിങ് മെഷീൻ കണ്ടെടുത്തിട്ടുണ്ട്, പാക്കറ്റുകൾ കണ്ടിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഈ കളമശ്ശേരിയിലെ ഒരു പ്രധാനപ്പെട്ട കഞ്ചാവ് വിപണന കേന്ദ്രമായി ഗവൺമെൻറ് പോളിടെക്നിക്കൽ ഹോസ്റ്റൽ മാറുന്നു എന്നുള്ളത് അതീവ ഗൗരവമായ കാര്യമാണ്. കോളേജ് പ്രിൻസിപ്പലിൻ്റെ മറുപടി അദ്ദേഹം പറഞ്ഞത് നേരത്തെ സമാനമായ രീതിയിൽ ഉള്ള ആരോപണങ്ങളൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ പരിശോധനകളൊക്കെ നടന്നിരുന്നു. കോളേജിലും നിലവിൽ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല, വാർഡനും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷേ അത് അങ്ങനെ പറഞ്ഞൊഴിയാനാവില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സർക്കാർ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് 2 കിലോ കഞ്ചാവ് പിടികൂടുക എന്ന് പറഞ്ഞാൽ അതിൽ കോളേജ് അധികൃതർക്ക് വിട്ടുനിൽക്കാനാവില്ല.